Hi, in this video, we are going to discuss about a C program to reverse a string using recursive function. What is meant by recursive function? A function calls itself. Such type of a functions are called recursive function. See, what is the program? To reverse a string using recursive function. So first of all, start to write the preprocessor directories #include stdio.h, #include conio.h, and next void rev open and close brace. What is this? This is function declaration. And what is this? This is function declaration. This function, what is the name of the function? Rev, and it is not returning anything, so void, and it is not passing anything. You can write void inside the parenthesis or you can avoid that. So what is the meaning? It tells the C compiler that in this program we are going to use a function and its name is rev, and it is not passing anything and it is not returning anything. And the program execution begins from main, void main. See, the main is very simple, only one printf, enter a string. But it is not reading anything in the main, and soon after printf statement, what they did? Its function call. See, what is the name of the function? rev. The function call happens here. So what happens? Function call ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നേരെ കൺട്രോള് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലോട്ട് വരും. മെയിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള ഇതാണ് ഈ പാർട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ഓക്കെ, അപ്പോൾ നേരെ കൺട്രോൾ ഇവിടേക്ക് വരും. പിന്നെ ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? കൺട്രോൾ തിരിച്ച് ഇവിടെ എത്തി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയ ഗെറ്റ് CH വർക്ക് ചെയ്യുന്നു ആൻഡ് ദ പ്രോഗ്രാം ഓവർ. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റർ എ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഞാൻ സൺ എൻ്റർ ചെയ്താൽ എനിക്ക് ഔട്ട്പുട്ട് NUS എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നത്? അതിൻ്റെ വർക്കിംഗ് ഫംഗ്ഷൻ ഡെഫിനേഷനിലാണ്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. സോ സി, ദിസ് ഈസ് എ വെരി സിമ്പിൾ പ്രോഗ്രാം. മെയിൻ നോക്കി നോക്കൂ, മെയിൻ ഭയങ്കര സിമ്പിളാണ്. മെയിനിൽ എന്താ ഉള്ളത്? ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്, ഗെറ്റ് CS, ഇറ്റ്സ് ഓവർ. ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? സോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഫുൾ സ്ട്രിങ്ങിനെ അല്ല, ആദ്യത്തെ ക്യാരക്ടറിനെ. ഇപ്പം ഞാൻ സൺ അടിക്കുമ്പോൾ സൺ ഫുള്ളായിട്ട് റീഡ് ചെയ്യുന്നില്ല. സ്കാൻ ഓഫ് %C ഡബിൾ കോട്ട്സ് $&CH, ആദ്യത്തെ ലെറ്റർ ആണ് CHലേക്ക് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് CH ന്യൂ ലൈൻ ആണോ എന്ന് നോക്കുകയാണ്. ന്യൂ ലൈൻ ആണോ? അല്ലല്ലോ, കാരണം നമ്മൾ സൺ അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഔട്ട്പുട്ട് NUS കിട്ടുന്നത്. സോ എൻറ്റർ എന്ന് പറയുമ്പോൾ ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻഡ് ഓഫ് ദ സ്ട്രിങ് ആയോ ഇല്ലയോ എന്നുള്ളത്. സോ ന്യൂ ലൈൻ ക്യാരക്ടർ അല്ലല്ലോ, അപ്പോൾ ഉള്ളിലോട്ട് കടന്നിട്ട് ഫംഗ്ഷനെ വീണ്ടും വിളിച്ചു. നോക്കൂ, ആ ഫംഗ്ഷനെ വീണ്ടും വിളിച്ചെങ്കിൽ എന്താണ്? റിവേഴ്സിനെ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് കൺട്രോൾ പോകുന്നു. എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷനെ വീണ്ടും വിളിക്കും, ഉള്ളിലത്തെ എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്ക് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നില്ല. സോ ഈ ഭാഗം ഞാൻ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടുന്ന് മുതൽ വീണ്ടും പറയാം. ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിൻ്റെ തൊട്ട് മുന്നേ സണ്ണ് ഞാൻ അടിച്ചിട്ടുണ്ട്. സണ്ണ് അടിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നേരെ ഇവിടോട്ട് കൺട്രോൾ വരും. സോ ഇതാണ് ഫസ്റ്റ് കോൾ കേട്ടോ, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഫസ്റ്റ് കോള് ഇവിടെയാണ്. അത് കഴിഞ്ഞ് റിവേഴ്സ് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ ഇതെന്തായി? സെക്കൻഡ് കോളായി. ഇത് വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാനതിവിടെ എഴുതി വെക്കാം. സോ ഫസ്റ്റ് S നടിച്ചു. സോ എന്തുണ്ടായി? ഫസ്റ്റ് കോള് കേസ് 1 എന്താണ്? ഞാൻ സണ്ണിലത്തെ S ആണ് റീഡ് ചെയ്തിട്ടുള്ളത്. CHത്തെ വാല്യൂ ഇപ്പം എന്താണ്? S ആണ്. അത് റീഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ഇഫ് S നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ, ട്രൂ അല്ലേ? സോ ഇഫിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് എന്ത് ചെയ്തു? റിവേഴ്സ് വീണ്ടും വിളിച്ചു. സോ ഫസ്റ്റ് ടൈം ഇവിടെ ഫംഗ്ഷനെ വിളിച്ചു, പിന്നെ സെക്കൻഡ് ടൈം ഇവിടെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സെക്കൻഡ് ടൈം ആണ് ഞാൻ അവിടെ എഴുതുന്നത്. സോ ഇതെന്താണ്? സെക്കൻഡ് കോളാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നോക്കൂ നമ്മുടെ കോഡിലെ
പ്രിന്റ് ഓഫ് സി എച്ച് നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ആണ്. സെക്കൻഡ് കോളിങ്ങിന്റെ തൊട്ട് താഴെ ഇഫിന്റെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? ആ സി എച്ചിനെ പ്രിന്റ് ചെയ്യാൻ. ഈ സി എച്ചിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്? എസ് ആണ്. സോ എസിനെ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. പ്രിന്റ് എസ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഫംഗ്ഷനെ വിളിച്ചു. ഫംഗ്ഷനെ വിളിച്ചപ്പോൾ എന്തുണ്ടായി? ഇതാ വീണ്ടും ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ടാണ് പോകുന്നത്. അതാണ് കേസ് 2. അതിലെന്ത് ചെയ്തു? സി എച്ച് അപ്പർ റീഡ് ചെയ്ത വാല്യൂ എന്താണ്? അവിടെ വീണ്ടും സ്കാൻഎഫ് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കി നോക്ക്. രണ്ടാമത് ഫംഗ്ഷനെ വിളിച്ചപ്പോൾ അതിനുള്ള ഒരു സി എച്ച് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്കാൻഎഫ് സി എച്ച്. അതായത് എന്തായിരിക്കും റീഡ് ചെയ്യുക? യുവിനെ ആയിരിക്കും ഇപ്പം റീഡ് ചെയ്യുക. എസിനെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം സി എച്ചിന്റെ വാല്യൂ എത്രയാണ്? ഇപ്പോൾ യു ആണ്. സോ സി എച്ച് ഈസ് ഈക്വൽ ടു യു ആണ്. ചെക്ക് ചെയ്തു. ഇഫ് യു നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ക്യാരക്ടർ ആണോ? യെസ്. സോ ഉള്ളിലോട്ട് കടന്നു. വീണ്ടും ഫംഗ്ഷനെ വിളിച്ചു. സോ ഇത് എത്രാമത്തെ കോളായി? തേർഡ് കോളായി. പക്ഷെ അതിന്റെ തൊട്ട് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താ അത്? പ്രിന്റ് ചെയ്യണം. ആരെ പ്രിന്റ് ചെയ്യണം? യുവിനെ പ്രിന്റ് ചെയ്യണം. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിനു മുന്നേ ഫംഗ്ഷനെ വിളിച്ചു. സോ ഇവിടുന്ന് കൺട്രോൾ വീണ്ടും ഇങ്ങോട്ട് പോയി. വാട്ട് ഈസ് ദാറ്റ്? കേസ് 3. ഇവിടെ വീണ്ടും മെയിനിൽ നോക്കി നോക്കൂ. എന്താ അത്? എസ് യു എനിലെ എസും കഴിഞ്ഞു, യുവും കഴിഞ്ഞു. എന്നിനെയാണ് റീഡ് ചെയ്യണത്. ഇപ്പോഴത്തെ സി എച്ചിൽ എന്താ ഉള്ളത്? എൻ ആണുള്ളത്. സോ സി എച്ച് ഈസ് ഈക്വൽ ടു എൻ. വീണ്ടും ചെക്ക് ചെയ്തു. ഇഫ് എൻ നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ക്യാരക്ടർ ആണോ? യെസ്. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും ഉള്ളിലേക്ക് ഇല്ല, ഇഫിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. റിവേഴ്സിന്റെ തൊട്ട് താഴെ എന്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പ്രിന്റ് ചെയ്യാൻ. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ റിവേഴ്സിന് വീണ്ടും വിളിച്ചു. ഈ റിവേഴ്സ് എത്രാമത്തെ കോളാ? 4th കോളാണ്. ഓക്കെ. ഇവിടുന്ന് റിവേഴ്സിന് വിളിച്ചപ്പോൾ അടുത്തത് വീണ്ടും സി എച്ചിന്റെ വാല്യൂ നോക്ക്. നമ്മൾ സൺ അടിച്ചിട്ട് നമ്മൾ എൻ്റർ ആണ് അടിക്കുന്നത്. അപ്പൊ അടിക്കുന്ന വാല്യൂ എന്താ? സി എച്ചിലെ ന്യൂ ലൈൻ ക്യാരക്ടർ. ചെക്ക് ചെയ്തു. ഇഫ് ന്യൂ ലൈൻ ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ക്യാരക്ടർ ആണോ? ഫാൾസ്. സോ ഇഫിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. ഫംഗ്ഷനെ വീണ്ടും വിളിക്കില്ല. പ്രിന്റും ചെയ്യില്ല. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞെങ്കിൽ ഇനി എന്താ ഉണ്ടാവുക? എവിടെ നിന്നാണോ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞെങ്കിൽ ഇവിടുന്നല്ലേ ഫംഗ്ഷനെ വിളിച്ചത്. സോ തിരിച്ച് ഇവിടേക്ക് തന്നെ കൺട്രോൾ പോവും. ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? പ്രിന്റ് എൻ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. സോ നമ്മുടെ ഔട്ട്പുട്ടില് ആദ്യം എന്താ എക്സിക്യൂട്ട് ചെയ്യുക? എൻ എന്ന് വരും. സി താഴേന്ന് ഞാൻ മുകളിലേക്കാണ് പോകുന്നത് കേട്ടോ. സോ പ്രിന്റ് എൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റിവേഴ്സ് എവിടുന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? ദേ ഇവിടെ നിന്നാണ് വിളിച്ചത്. സോ എന്ത് ചെയ്തു? തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് തന്നെ പോയി. ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. അടുത്തത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ് യു. സോ ഔട്ട്പുട്ടിലെ യു പ്രിന്റ് ചെയ്തു. ഇത് കഴിഞ്ഞു. ഈ റിവേഴ്സ് എവിടുന്നാ വിളിച്ചത്? ദേ ഇവിടുന്നാണ് വിളിച്ചത്. സോ അവിടേക്ക് തന്നെ കൺട്രോൾ പോയി. അവിടെ എന്താ പ്രിന്റ് ചെയ്യാനുള്ളത്? പ്രിന്റ് എസ്. സോ ഇവിടെ എസ് പ്രിന്റ് ചെയ്തു. ഇനി ഈ റിവേഴ്സ് എവിടുന്നാണ് വിളിച്ചത്? നോക്കൂ. ഇത് കേസ് 1 ആയി. ഇത് എവിടുന്നാ വിളിച്ചത്? ദാ മെയിനിലെ ഇവിടെ നിന്നാണ് ഫസ്റ്റ് കോൾ വന്നത്, ഫംഗ്ഷൻ കോൾ. അപ്പോൾ ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എവിടേക്ക് തന്നെ എത്തണം? ഇവിടേക്ക് തന്നെ എത്തണം. സോ ഈ കേസ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും. അടുത്തത് ഗെറ്റ് സി എച്ച് എത്തും. സോ ഔട്ട്പുട്ട് എന്ത് വന്നിട്ടുണ്ടാവും? NUS റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാവും. സോ ദിസ് ഈസ് എ പ്രോഗ്രാം ടു റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ് യൂസിങ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഈ പാട്ടാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. സി ഫസ്റ്റ് റീഡ് ചെയ്യുന്ന സൺ ക്യാരക്ടറിൽ എന്താണ്? എസ് ന്യൂ ലൈൻ ക്യാരക്ടർ ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? വീണ്ടും ഫംഗ്ഷനെ വിളിക്കുന്നു. ഓക്കെ. പക്ഷെ അതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പ്രിന്റ് എസ്. അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ നിന്നും ഫംഗ്ഷനെ വിളിക്കുമ്പോൾ വീണ്ടും അടുത്ത ലെറ്റർ ആയിട്ടുള്ള സണ്ണിലത്തെ യുനെ റീഡ് ചെയ്യുന്നു. യു നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ. അപ്പോൾ ഇഫിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് റിവേഴ്സിനെ സോ
യു നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ. സോ നൾ അതായതുകൊണ്ട് എന്ത് ചെയ്തു, റിവേഴ്സിനെ വീണ്ടും വിളിക്കുന്നു. പ്രിന്റ് യു എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇവിടെ നിന്നും വീണ്ടും കൺട്രോൾ പോകുന്നു എവിടേക്ക്, ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട്. അടുത്ത ലെറ്റർ ആയ എന്നിനെ റീഡ് ചെയ്യുന്നു. എൻ നോട്ട് ഈക്വൽ ടു ന്യൂ ലൈൻ ക്യാരക്ടർ. സോ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് റിവേഴ്സ് വീണ്ടും ഫംഗ്ഷനെ വിളിക്കുന്നു. ഫോർത്ത് കോളായി. അവിടെ നിന്നും വീണ്ടും ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോയപ്പോൾ സി എച്ചിന്റെ വാല്യൂ ഇപ്പം എന്താ, ഇവിടെ കേസ് 3, ഇവിടെ കേസ് 4 ആയി. 4 കേസ് വരും. കേസ് 4 ന്യൂ ലൈൻ ക്യാരക്ടർ വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. സോ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇവിടുന്നല്ലേ വിളിച്ചത്. സോ അതിന് തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെന്റ് ആയ പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചിതാ പോകുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരാൾ ബാക്കിയുണ്ട്, പ്രിന്റ് എഫ്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകുന്നു. അതിന്റെ താഴെ പ്രിന്റ് എഫ് ബാക്കിയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു എവിടേക്ക്, മെയിനിലേക്ക്. കണ്ടോ, പ്രോഗ്രാം ഓവർ. And this is reverse of a string using recursive function.